അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സഹസ്രനാമത്തിന് മുമ്പ് ചൊല്ലി വരാറുള്ള സാമാന്യമായ ധ്യാന ശ്ലോകങ്ങളിൽ രണ്ടാമതായിട്ട് ചൊല്ലാറുള്ള ധ്യാന ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമപദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം. ഇതാണ് അടുത്ത ധ്യാന ശ്ലോകം. ധ്യായേത് എന്ന ശബ്ദം കൊണ്ട് നമുക്ക് ധ്യാനിക്കപ്പെടേണ്ടുന്നു ദേവിയെ. എപ്രകാരത്തിൽ? പദ്മാസനസ്ഥം, പദ്മാസനത്തിൽ, ഒന്നുകിൽ പദ്മമാകുന്ന പീഠത്തിലിരിക്കുന്നു, അതല്ലെങ്കിൽ പദ്മാസനം എന്ന രീതിയെ, പദ്മാസനം എന്ന ആ ഇരിപ്പ് രീതിയെ സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥമെടുക്കുക. വികസിതവദനം, വികസിച്ചതായ വദനം, പുഞ്ചിരി തൂകുന്നതുകൊണ്ടും വാത്സല്യം കൊണ്ടുമൊക്കെ വികസിച്ചതായ വദനം. പദ്മപത്രായതാക്ഷീം, ദേവിയുടെ കണ്ണുകളാകട്ടെ താമരപ്പൂവിതൾ പോലെ നീണ്ട ഇടം പെട്ടിരിക്കുന്നു. ഹേമാഭാം, സുവർണവർണ്ണമാണ് ദേവിക്ക് ശരീരമാസകലം. പീതവസ്ത്രം, അതുപോലെ തന്നെ പീതാംബരമാണ് ധരിച്ചിരിക്കുന്നത്, മഞ്ഞപ്പട്ട്. കരകലിതലസത് ഹേമപദ്മാം വരാംഗീം, കയ്യിൽ ഒരു സുവർണ താമര ദേവി ധരിച്ചിരിക്കുന്നു. സർവാലങ്കാരയുക്താം, എല്ലാ അലങ്കാരങ്ങളും, അത് ശിരസ് മുതൽ പാദം വരെ എവിടെയൊക്കെയാണോ അലങ്കാരങ്ങൾ ചെയ്യാൻ സാധിക്കുക, ശിരസ്സിൽ, നെറ്റിയിൽ, കണ്ണുകളിൽ, നാസികയിൽ, അതുപോലെ കവിൾത്തടങ്ങളിൽ, കാതുകളിൽ, കഴുത്തിൽ എന്ന് വേണ്ട, ഇങ്ങനെ ശരീരത്തിൽ ആഭരണങ്ങൾ കൊണ്ടും മറ്റ് ലേപനങ്ങളെ കൊണ്ടും ഒക്കെ അലങ്കരിക്കാൻ സാധിക്കുന്നത്രയും അലങ്കരിച്ചിട്ടുണ്ട്. അതാണ് സർവാലങ്കാരയുക്താം. ഇതൊക്കെ സാമാന്യമായ അർത്ഥമാണ്. സതതമഭയദം, തൻ്റെ ഭക്തജനങ്ങൾ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് എപ്പോഴും അഭയം നൽകുന്നതായ ആ ഭക്തനമ്രാം, ഒന്നുകിൽ നമ്രരായ ഭക്തജനങ്ങൾക്ക് അഭയം നൽകുന്നവൾ, അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ ആരാധനയ്ക്കായിട്ട് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളോട് വാത്സല്യ നിമിത്തം നമ്രമായിരിക്കുന്ന ഭാവത്തെ പ്രകടിപ്പിക്കുന്നവൾ എന്നൊക്കെ അതിനർത്ഥം. ഭവാനി, ഭവാനി എന്ന വാക്കിന് തൽക്കാലം ഭവപത്നി എന്ന് ഒരർത്ഥമെടുക്കുക. ശ്രീവിദ്യാം, ശ്രീവിദ്യ എന്ന് ദേവിയുടെ ശ്രീമത്തായിരിക്കുന്ന വിദ്യ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥമൊക്കെ ഞാൻ പറയാൻ പുറപ്പെട്ടാൽ അബദ്ധാവും. ഒരുപാട് ആഴത്തിലുള്ള അർത്ഥമുള്ള വാക്കാണ് ശ്രീവിദ്യ. ജ്ഞാനമാകുന്ന, യഥാർത്ഥമാകുന്ന വിജ്ഞാനം എന്ന ആ വിദ്യയ്ക്ക് അർത്ഥം കണക്കാക്കുക. ബ്രഹ്മവിദ്യ എന്നർത്ഥം മനസ്സിലാക്കുക. ശ്രീവിദ്യാം ശാന്തമൂർത്തിം, ശാന്തഭാവത്തെ അവലംബിച്ചിരിക്കുന്നവളും സകലസുരനുതാം, എല്ലാ ദേവന്മാരാലും നമസ്കരിക്കപ്പെടുന്നവളുമായ
സർവസമ്പത്പ്രദാത്രീം ധ്യായേത്. എല്ലാ സമ്പത്തിനെയും ഇഹപരങ്ങളിലുള്ള സർവ സമ്പത്തുകളെയും നൽകി അനുഗ്രഹിക്കുന്നവളുമായ ആ അംബികയെ നമുക്ക് ധ്യാനിക്കാം എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം.